ബീഫ് എത്തിപ്പോയി കേട്ടോ. എല്ലാം ഉണ്ടോ? ആ കപ്പയില്ല. നമ്മുടെ ഞായറാഴ്ചത്തെ ബീഫ് എത്തിപ്പോയിട്ടുണ്ട്. അമ്മ വരട്ടെ, അമ്മ പള്ളിയിൽ പോയിരിക്കുക. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് ബീഫ് കറി വെച്ച് കാണിക്കാമേ. അമ്മ ഞായറാഴ്ചത്തെ സ്പെഷ്യലാണോ? ആ ഞായറാഴ്ചത്തെ സ്പെഷ്യലാണ്. ഞങ്ങളുടെ അച്ചാച്ചി പൈസ ഇല്ലേലും എവിടുന്നേലും ഒപ്പിച്ച് ഞായറാഴ്ച ബീഫ് മേടിച്ചിരിക്കും. ഒരു ക്രിസ്ത്യാനിയാണെന്ന് അച്ചാച്ചി എപ്പോഴും തെളിയിക്കും. ഞായറാഴ്ച ബീഫ് വാങ്ങിച്ച് കട്ട് ചെയ്തല്ലേ അമ്മ കിട്ടി? വലിയ കഷ്ണങ്ങളൊക്കെ കാണും. ഇച്ചിരി എല്ലുണ്ടായിരുന്നു, അത് വിഷമിച്ച്. ബീഫിനകത്ത് എല്ലും കൂടെ ഇട്ടെങ്കിൽ അതിന് രുചിയും. വലിയ വലിയ കഷ്ണങ്ങൾ അത് ചെറുതാക്കുവാണേ. അവരൊന്നിച്ചൊരു അരിഞ്ഞരിഞ്ഞ ഒരേ ഇതിലല്ലേ അരിഞ്ഞു വരും. ബീഫ് കഴുകുമ്പോൾ നന്നായിട്ട് കഴുകണം ആൾക്കാർ, അല്ലെങ്കിൽ ബീഫിനകത്ത് ഒരുപാട് തവണ കഴുകണം. ബീഫിനകത്ത് ഒത്തിരി അഴുക്കും കാര്യങ്ങളും. നമ്മൾ ഈ ബീഫിൻ്റെ വെള്ളം കളയത്തില്ല കേട്ടോ. നമ്മളത് ഒന്നുകൂടെ വെള്ളമൊക്കെ മിക്സാക്കി നമ്മൾ ചെടിയുടെ ചുവട്ടോട്ട് ഒഴിക്കും. ചെടിയല്ല, ഇങ്ങനെ ഈ വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിൽ, പച്ചക്കറിയുടെ ചുവട്ടിൽ ഇടും. നമ്മൾ 3-4 തവണ കഴുകി. ഇപ്പം ഇനിയും കഴുകും, എന്നിട്ട് വാലാൻ വെക്കും. വെള്ളം ഇങ്ങനെ വാലാൻ വെക്കും. അതിന് ശേഷം ബാക്കിയും കാര്യങ്ങൾ കാണിക്കാവേ. ഇങ്ങനെ വാലാൻ വെക്കുവേ. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകും. നമുക്കപ്പോഴത്തേക്കും വെളുത്തുള്ളി പൊളിച്ചതിരിപ്പുണ്ട്. ഇച്ചിരി
ആ ഉള്ളിയും സവോളയൊക്കെ പൊളിക്കും. സവോള ഉള്ളി സവോളയൊക്കെ പൊളിക്കാം. നമ്മൾ കഴുകി ഉണക്കിയ ബീഫ് അല്ല കഴുകി ഉണക്കിയല്ല കഴുകി വാരാൻ വെച്ച ബീഫാണ്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യും. ഇച്ചിരി മസാലപ്പൊടി അതും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കുവാണേ. എന്നിട്ടൊരു 4-5 വിസിലടിക്കണം. വേന്ത് ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചാണ്. അപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച്. അപ്പം നമുക്കൊരു എത്ര വിസിൽ വേണമേ? ഒരു 6 വിസിൽ. ഒരു 6 വിസിൽ വരെ നമ്മൾ അടിക്കാറുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. വേവിക്കാൻ വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഇതേ വെള്ളമുണ്ട് തന്നെ വെള്ളം ഇറങ്ങും. ഈ തേങ്ങാക്കൊത്ത് ഇടുന്നവർക്ക് ഇപ്പം വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നമ്മളെല്ലാം വഴറ്റുന്ന സമയത്ത് നമുക്കിടാം. ഇനി നമുക്കിത് മൂടി വേവിക്കാൻ വെക്കാവേ. നമുക്കൊരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കാൻ വെക്കാം. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാതെ. കുറച്ച് ഉള്ളിയും സവോളയും ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ കൊത്തി അരിയണം. സവോള ഇങ്ങനെ അരിയണം. പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി തേങ്ങ വേണം. ഇനി ബാക്കി നമുക്ക് ചെയ്യാം. ഇച്ചിരി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ടേ. തേങ്ങ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടിട്ട് ഒന്നുകിൽ അത് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ സവോളയുടെ കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെല്ലാം വഴറ്റാൻ പോവാണ്. അത് എണ്ണയൊക്കെ ഒഴിച്ചു. നമ്മുടെ സ്വന്തം തേങ്ങയുടെ വെളിച്ചെണ്ണ കേട്ടോ. ഇത് വഴറ്റിയെടുക്കാൻ ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ വേണം കേട്ടോ. ആരും പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും ചെയ്യില്ല ഒരുപാട് എണ്ണയാണെന്ന് പറഞ്ഞിട്ട്. ഇത്രയും സാധനം വഴറ്റി വരണ്ടേ. നിങ്ങളെ സ്വന്തം തേങ്ങ ആട്ടി ആരൊക്കെ പറ. തേങ്ങ ആട്ടി എടുത്ത വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടെ ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുവാണേ. ഉള്ളിയിടാം.
എന്നാമേ മഞ്ഞൾപ്പൊടി, മഞ്ഞൾ പൊടി, ബീഫിന് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കരിയാപ്പല്ല കേട്ടോ, കരിയാപ്പാണേ. നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കുന്ന കരിയാപ്പല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിക്കാറുമില്ല. ഉള്ളിയൊക്കെ വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർക്കുവാണേ. ഇച്ചിരി ഉപ്പിടുന്നുണ്ടേ, അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ കഷ്ണമുണ്ട് സവാള ചെറുതായിട്ട് രണ്ടായിട്ട് കുളന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്നങ്ങ് പാടും. ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടല്ലേ? ഇല്ല, ഇല്ല. മസാല ഇച്ചിരി മസാല, അതായത് നമ്മുടെ ഗരം മസാലയാണ്. സ്പൈസസ് എല്ലാം കൂടെ മേടിച്ച് പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ഗരം മസാല പൗഡറാണിത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് വെക്കുന്നത്. കുരുമുളകും നമ്മുടെ തന്നെയാണ് കേട്ടോ. നമുക്ക് 2 കുറ്റി കുരുമുളകുണ്ട്, അതിനകത്തുനിന്ന് നമ്മൾ എടുക്കുന്ന കുരുമുളക് നമ്മൾ പൊടിച്ച് വെക്കുന്നതാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് എടുത്ത് നമ്മുടെ ഈ മസാല കൂട്ടിലോട്ടിടുവാണേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിൻ്റെ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, മസാലയുടെ മണം. കുറച്ച് മുളക് പൊടി, ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം പോരാ. കുറച്ച് മുളക് പൊടി, ഇനിയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇതെല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഒരു കൈക്കണക്കാണേ. പ്രത്യേകിച്ച് അളവ് പറഞ്ഞു തരാൻ അറിയില്ല. നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇത് പതുക്കെ ഒന്ന് അടച്ചു വെച്ച് ചെറു തീയിൽ അല്ലേ ഒന്ന് പറ്റിച്ച് നമുക്കെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പം അതുവരെ നമുക്കൊന്ന് മൂടി വെക്കാവേ. മൂടി വെക്കാം. ചെറുതീയിലൊന്ന് കുറച്ച് നേരം ഒന്ന് വേവട്ടെ. നമ്മുടെ ബീഫ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഉപ്പും കാര്യങ്ങളും എരിവൊക്കെ കറക്റ്റാണോ, മസാലയൊക്കെ കറക്റ്റാണോ ഒക്കെ നോക്കാം. ഒരെണ്ണം എടുത്ത് നോക്കാവേ. ബീഫ് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓഫ് ചെയ്യാണ്. ഇത്തിരി ചാലോട് കൂടിയാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്തണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബീഫ് കറിക്ക്. അമ്മയ്ക്ക് നന്ദി. ഓക്കെ, ബൈ.